Hello, good morning. Hello, ആർക്കും ഗുഡ് മോർണിംഗ് ഒന്നും Good വേണ്ടേ? morning. Good morning. Good morning. ഓക്കെ. അപ്പൊ നമ്മുടെ നീറ്റിന്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? ഓക്കെ, നമ്മുടെ എലവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെയും ഫസ്റ്റ് ക്ലാസ് ആണിത്. അപ്പൊ നിങ്ങളാണ് എന്ത് നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടോ ആൾക്കാര്? Yes, ma'am. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? Yes, miss. ഓക്കെ. Yes, ma'am. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ എലവീറ്റ് എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. എന്താണ് നമ്മുടെ കുറച്ച് ഡോക്ടേഴ്സ് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു നീറ്റിന്റെ കോച്ചിങ് ഇതാണത് അല്ലേ? അപ്പോ നമ്മുടെ അതിലെ ഒരു ആളായിട്ടുള്ള ഡോക്ടർ വിനീത് സാറ് നിങ്ങളോട് കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാർ എന്ത് ചെയ്യാണ്? സാർ നിങ്ങളോട് സംസാരിക്കാൻ പോവാണ് കേട്ടോ. Good morning, students. How are you guys? All guys? Good morning, sir. Okay, so I was a person who was texting you knock in the morning, okay, making sure that maximum students are going to join. My name is Dr. Vineet. Okay, so we are a group of doctors who have founded this Elevate, and then I'm going to make sure that this journey is going to be very fruitful for you. Okay, so just 3 to 4 things I just want to quickly tell you. So this is a crash course. So we well understand that you are having a well understanding about biology subject. So we are going to focus more on NEET oriented questions. Okay, so today's topic we are going to have botany for first 90 minutes and zoology for the next 90 minutes. Okay, after, so Sharanya ma'am is going to take you the living world. The topic is right here, but after this class you'll be having a mock exam. Okay, mock exam for the next chapter for biology, which is going to be the biological classification. Okay, so after this class you'll be having a mock exam for biological classification, which will start at what time? After the botany class, that is at 8:30. From 8:30, sorry, after botany class, after zoology class, it will be starting at 8:30. That is from 8:30 till 9 o'clock you'll be having a 30 minutes session only for mock exam. Okay, so 2 more things. Please unmute yourself. If you want to say anything, there's an option to raise the hand. Please raise the hand. At the same time, in case if any doubts are there, please use the chat box. Okay, maximum time we are going to have mock exams. We are going to have interactive sessions. So I want each of you to join on time. And it's already 7:05 now, or 7:03. So 3 minutes are over. I don't want to take much of your time. Wish you all the best, and I'm really happy to have you here. And thank you for taking time and joining the session on time. Okay, so shall I leave? Thank you so much, guys. Thank you, sir. Okay, all the best. കേൾക്കുന്നുണ്ടോ? ഹലോ. Yes. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. Okay, നമ്മുടെ miss. ഫസ്റ്റ് എന്ന് പറയുന്നത് സുവോളജിയുടെ ആണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ എന്നോട് പറയും എന്താണ് ലിവിങ് വേൾഡ്? ആർക്കും ഒന്നും പറയാനില്ലേ? കേൾക്കുന്നുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ല? Yes. അപ്പൊ പറയും എന്താണ് ലിവിങ് വേൾഡ്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് പറ. കുറെ എന്താണ്? Plants and animals resources. ഓക്കെ, ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ വേൾഡ് തന്നെ അല്ലെ? ലിവിങ് വേൾഡ്സ് ജീവിക്കുന്ന ഈ ഒരു വേൾഡിനെയാണ് എന്ത് പറയുന്നത്? ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ലെ? അപ്പൊ നിങ്ങൾ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ലിവിങ്, എന്താണ് നോൺ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
ഓക്കെ, നമ്മള് ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലിവിങ് വേൾഡ് എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്, അതില് ജീവിക്കുന്ന അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ബീങ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇല്ലേ? ഓക്കെ, അപ്പൊ Yes, ma'am. ലിവിങ് എന്ന് ലിവിങ് എന്ന് പറയുന്നതിന് എന്തുണ്ട്, കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളൊരു സാധനം ലിവിങ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ലിവിങ് ആണ്, അപ്പൊ എന്തെങ്കിലും ഒന്ന് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ലേ ഞാൻ ലിവിങ് ആണെന്ന് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസത്തിനെ ഇതാക്കാൻ അല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് അതിനെ കണ്ടാൽ അത് ലിവിങ് ആണെന്ന് പറയണമെങ്കിൽ അല്ലെ, അല്ലല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ലിവിങ് ആയിട്ടുള്ള തിങ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്, കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പാരാമീറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫണ്ടമെന്റലും ഉണ്ട്, അതുപോലെ തന്നെ ഡിഫൈനിങ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലിവിങ് തിങ്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടേഴ്സ് ഫണ്ടമെന്റൽ ആണോ അല്ലെങ്കിൽ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് ആണോ എന്ന് എങ്ങനെയാ പറയാ? ലിവിങ് തിങ്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പറയാമോ നിങ്ങൾക്ക്? ഹലോ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ലിവിങ് തിങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാവോ? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വേറെ എന്തൊക്കെയാ ഉള്ളത്? നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞാൽ മതി. എന്താണ്? Metabolism. ഓക്കെ, കറക്റ്റ് ആണ്. അതെ, ഇതൊക്കെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തിന്റെ? ലിവിങ് ബീങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രോത്ത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലേ. നമ്മള് ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, അതുപോലെ സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ എന്താണ്? റെസ്പോൺസീവ്നെസ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണിത് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ഡീപ്പായിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഡിഫൈനിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് ആ പാരാമീറ്റർ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്, ലിവിങ് ബീങ്സ് കാണിക്കുന്നുണ്ട്, പക്ഷെ അതിന് എന്തുണ്ടാവും? എക്സെപ്ഷൻസ് ഉണ്ടാവും, എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസസ് ഉണ്ടാവും. പക്ഷെ ഡിഫൈനിങ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ലിവിങ് ബീയിങ്ങും എന്ത് ചെയ്യണം? ആ ക്യാരക്ടേഴ്സ് കാണിക്കണം. അതുപോലെ തന്നെ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സാധനവും എന്ത് കാണിക്കരുത്? ആ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കരുത്. അങ്ങനെ രണ്ട് ഇത് വരുമ്പോഴാണ് എന്ത്? അത് ഡിഫൈനിങ് ആവുന്നത്. ഡിഫൈനിങ് ആവുന്നത് എപ്പോഴാണ്? എല്ലാ ലിവിങ് ബീങ്സും അത് കാണിക്കുകയും വേണം. എന്ന് വെച്ചിട്ട് നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സാധനം എന്ത് ചെയ്യരുത്? അത് കാണിക്കുകയും ഈ ഒരു ക്യാരക്ടർ കാണിക്കുകയും ചെയ്യാതിരുന്നാൽ അതെന്താവും? ഡിഫൈനിങ് പാരാമീറ്റേഴ്സ് ആവും, അല്ലെങ്കിൽ അതെന്താണ്? ഫണ്ടമെന്റൽ പാരാമീറ്റർ ആയിരിക്കും. അപ്പൊ ഗ്രോത്തിനെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ഗസ് പറ, ഇത് ഏതായിരിക്കും? ഫണ്ടമെന്റൽ ആയിരിക്കോ അല്ലെങ്കിൽ ഡിഫൈനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇതിനെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ നമ്മള് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഗ്രോത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാവും അല്ലെ. എന്തിലാണ്? മാസിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലെ. അല്ലേ? Yes, ma'am. ഓക്കെ, എന്തിലൊക്കെയാണ് ഇൻക്രീസ് ഉണ്ടാവുന്നത്? മാസിലും നമ്പേഴ്സിലും ഒക്കെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാവും. പക്ഷെ നമ്മളെ ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ആയിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ അല്ല, നോൺ ലിവിങ് ആയിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. നമ്മളൊരു റോക്കിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? സെഡിമെന്റേഷൻ ഒക്കെ വഴിയിട്ട് അതിന്റെ മുകളിൽ മാസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പം അതും ഒരു ടൈപ്പ് ഗ്രോത്ത് അല്ലേ? ഓക്കെ, ആ ഗ്രോത്തും നമുക്ക് ഉണ്ടാവുന്ന ഗ്രോത്തും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയാ, ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കും? നമുക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ സെൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡീന്റെ അത് തന്നെ കറക്റ്റ് ആണ്. ഇൻസൈഡ്, നമ്മുടെ ബോഡീന്റെ ഇൻസൈഡ് നിന്നാണ് ആ ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള പേര് പറയും. എന്താണ്?
ഇൻട്രിൻസിക് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ലിവിങ് ഓർഗാനിസം കാണിക്കുന്ന ഗ്രോത്ത് എന്താണ്? ഇൻട്രിൻസിക് ആണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്ത് കാണിക്കുന്നുണ്ട്? ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതായിരിക്കും? ഏതായിരിക്കും അറിയോ? ആ, കറക്റ്റ് ആണ്. ഏതാണ്? എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അവരുടെ എന്താണ് ബോഡിയിൽ അല്ലെങ്കിൽ മാസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഗ്രോത്ത് ഇതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് നമുക്കൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഡിഫൈനിങ് പാരാമീറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല അല്ലെ? ഓക്കെ, പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇൻട്രിൻസിക് ഗ്രോത്ത് എന്ന് എടുത്തു പറഞ്ഞാലാണ് ചിലപ്പോ എന്താവുള്ളൂ? ഇതൊരു ഡിഫൈനിങ് ആവുള്ളൂ അല്ലെ? അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈനിങ് ആയിട്ടുള്ളത് അല്ല. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരന്റ്സിൽ നിന്ന് എന്തുണ്ടാവും? യങ് വൺസ് ഉണ്ടാവും അല്ലെ? ഏതൊക്കെ ടൈപ്പ് റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാം? സെക്ഷുവലും അറിയാം, അസെക്ഷുവലും അറിയാം അല്ലെ? കറക്റ്റ്. സെക്ഷുവലും അസെക്ഷുവലും ആയിട്ടുള്ള റീപ്രൊഡക്ഷൻസ് നിങ്ങൾക്ക് അറിയാം. ഈ അസെക്ഷുവൽ എന്ന് പറയുന്നത് തന്നെ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ബൈനറി ഫിഷൻ വരുന്നുണ്ട്, എന്താണ് ഫ്രാഗ്മെന്റേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സെക്ഷുവൽ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ? ഏതെങ്കിലും ഒരു എന്താണ് നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വസ്തു റീപ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ എന്താ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയില്ല അല്ലെ? അറിയില്ല. പക്ഷേ ഇത് ഡിഫൈനിങ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണോ? അല്ല. കാരണം എന്താ? നമ്മുടെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസിലും ചിലർ എന്ത് ചെയ്യുന്നില്ല? ചിലർക്ക് ഈ റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ല. ആർക്കൊക്കെയാണ്? വർക്കർ ബീസ്, പിന്നെ മ്യൂൾസ്, പിന്നെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസ്, ഇവർക്കൊന്നും എന്തില്ല? ഇവര് ലിവിങ് ബീങ്സ് ആണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവർക്ക് എന്തില്ല? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും വരുന്ന ഒന്നല്ല അല്ലെ? അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫൈനിങ് അല്ല. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഏതാണ്? മെറ്റബോളിസം എന്ന് പറയുന്നതാണ് അല്ലെ? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താണ്? സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ എവിടെയാണ്? ഓർഗാനിസംസ് അവരുടെ ഉള്ളിൽ നടക്കാം. ഓക്കെ, അതാണ് എന്ത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. അനാബോളിസം, കാറ്റബോളിസം, ബിൽഡിംഗ് അപ്പ് പ്രോസസ്സും ഉണ്ട്, ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സും ഉണ്ട് അല്ലെ? അപ്പൊ മെറ്റബോളിസത്തിന് നിങ്ങൾ എന്ത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഡിഫൈനിങ് പാരാമീറ്റേഴ്സ് ആയിട്ട് പറയുമോ? അത് ശരിക്കും എന്തിലേ കാണുന്നുള്ളൂ? ഓക്കെ, എന്തിലാണ്? നമ്മുടെ ബോഡിക്ക് പുറത്ത് അത് കാണുന്നുണ്ട്. എവിടെയാണ് കാണുന്നത്? നമ്മളിപ്പോ ലാബിലൊക്കെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ലിവിങ് റിയാക്ഷൻസ് നടത്തുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബ് ലിവിങ് ആവണം എന്നില്ല. പക്ഷെ എന്താണ്? നമ്മൾ പുറത്ത് ഇൻവിട്രോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തല്ല? ലിവിങ് ബീയിങ് അല്ല, ജസ്റ്റ് ലിവിങ് റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ മെറ്റബോളിസം എന്താണ്? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. നോൺ ലിവിങ് ആയിട്ടുള്ള ആർക്കെങ്കിലും അത് കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്ത്? നമ്മുടെ സ്മോൾ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ഇല്ലേ? ബയോമോളിക്യൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സെൽസ് പിന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ, പിന്നെ ഓർഗൻ ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ അങ്ങനെ പോയിട്ടുള്ളത് അല്ലെ? അപ്പൊ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ അപ്പം ലിവിങ് ഓർഗാനിസത്തിന്റെ ആയിട്ട് പെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ? വേറെ ഏതെങ്കിലും നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു വസ്തു ഇതുപോലെ ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ എന്താണ്? ഒരു ഡിഫൈനിങ് ഫീച്ചർ അല്ലേ? ഡിഫൈനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസീവ്നെസ്സും എന്ന് പറയാം അല്ലെ? ഓക്കെ, ഇതെന്താണ്? നമ്മള് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലായി വന്നു കഴിഞ്ഞാൽ നമ്മള് അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യും? അതിനോട് എന്തെങ്കിലും ഒരു തരത്തിൽ ചിലപ്പം പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസ് കൊടുക്കും അല്ലെ?
ഇപ്പം ഞാനാണെങ്കിൽ എനിക്കിപ്പോ ഒരു തീ വന്നു, ഞാൻ ചിലപ്പം തിരിഞ്ഞോടും. അങ്ങനെ എന്താ പറയാ, എന്നെ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഒരു ബീ കുത്തി, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വേദന വരുന്നുണ്ട്, ഞാൻ അതിനെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഞാൻ കൊടുക്കും. അത് എല്ലാ ഇതും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ എന്താണ് പ്ലാന്റ്സ് സൺലൈറ്റ് വരുന്ന ആ രീതിയിലേക്ക് ആ ഡയറക്ഷനിലേക്ക് വളരുന്നത്, ഇതൊക്കെ എന്താണ്, ഒരു റെസ്പോൺസ് കൊടുക്കുന്നതാണ് സ്റ്റിമുലസിനോട് അല്ലെ. അപ്പൊ ലിവിങ് ബീയിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ സ്റ്റിമുലസിനോട് ഒരു റെസ്പോൺസ് കൊടുക്കുന്നത്. അതാണ് എന്ത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അവരുടെ സറൗണ്ടിങ്സിനെ എന്ത് ചെയ്യും, സെൻസ് ചെയ്യാനും അതിനെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് അവർക്കുണ്ട്, ലിവിങ് ബീയിങ്സിനുണ്ട്. ഓക്കെ, അപ്പം ഇതെന്താണ്, ഇതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ അല്ലയോ? ഓക്കെ, ഈ ഡിഫൈനിങ് ആണ്. പക്ഷെ അതിലൊരു സംശയം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ്, ഈ ഒരു കോമയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ആക്കുന്നില്ല, അവരൊന്നും പെർസീവ് ചെയ്യുന്നില്ല, അവർക്ക് കോൺഷ്യസ്നെസ്സും ഇല്ല. ഇല്ലേ? ആ ഒരു സമയത്ത് കോൺഷ്യസ്നെസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഇതിൽ വരുന്നില്ലേ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. പക്ഷെ കോമയിലുള്ള ആളെ ശരിക്കും നമ്മള് അവര് ലിവിങ് ആണ്, പക്ഷെ കറക്റ്റ് ലിവിങ് എന്ന് നമ്മൾ കൂട്ടുന്നുണ്ടോ? ഇല്ല. അവരൊരു എന്താ പറയാ, ഒരു സെമി ലൈഫ് ആ ഒരു സ്റ്റേജിലാണ് അല്ലെ. എന്ന് വെച്ചാല് അവർക്ക് കോൺഷ്യസ്നെസ് റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താണ്, ലൈഫ് ഉള്ള ഒന്നായിട്ട് മാറും. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അവർ ഡെഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോ എന്താണ്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ലിവിങ് ബീയിങ്സിന് മാത്രം ഉള്ളതാണ് അല്ലെ. പിന്നെ അവർ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ പെർസീവ് ചെയ്യുന്നുണ്ടോന്ന് നമുക്കറിയില്ല, അവർ പെർസീവ് ചെയ്യുന്നുണ്ടോന്ന് എന്ന് നമുക്ക് ഉറപ്പില്ല അല്ലെ. അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് എന്താണ്, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് ലിവിങ് ബീയിങ്സിന്റെ. ഓക്കെ, ലിവിങ് ബീയിങ്സ് മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. നോൺ ലിവിങ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താണ്, നിങ്ങളൊരു ചവിട്ട് കൊടുത്തു, ആ ഒരു ഫോഴ്സിൽ പോവാന്നല്ലാതെ അത് നിങ്ങളെ പിടിച്ച് എന്തെങ്കിലും ആക്കുവാ, നിങ്ങളോട് എന്തെങ്കിലും റെസ്പോൺസോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അത് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു, ഈ വേൾഡിൽ കുറേ എന്തുണ്ട്, ഓർഗാനിസംസ് ഉണ്ട്, ലിവിങ് ബീയിങ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ലിവിങ് വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഒരുപാട് ലിവിങ് ഓർഗാനിസംസിനെ കാണാം. ഓക്കെ, അങ്ങനെ നമ്പർ ഓഫ് അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് കാണാം. അങ്ങനെയുള്ള എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് നമ്പേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ ദ എർത്ത് ആണ് എന്ത്, എർത്തിന്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ഥലത്തിന്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാല് ആ ഒരു സ്ഥലത്തുള്ള നമ്പേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് നമ്പേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഓൺ ദാറ്റ് പ്ലേസ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു സ്ഥലത്തിന്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എർത്തിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ എർത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് നമ്പേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസിന്റെ പ്രസന്റ് ആ ഒരു അത്രയും എമൗണ്ട് ആണ് എന്ത്, അവരുടെ എർത്തിന്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സയന്റിഫിക് നിയമമൊക്കെ കണ്ടുവച്ചിട്ടുള്ള എത്ര സ്പീഷീസ് ഉണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഒരു 1.7 to 1.8 മില്യണോളം ഉണ്ടെന്നല്ലേ പറയുന്നത് അല്ലെ. അപ്പം അത്രയും വാസ്റ്റ് ആയിട്ടാണ് എന്തുള്ളത്, ഓർഗാനിസംസ് ഉള്ളത് അല്ലെ. അപ്പൊ ഇത്രയും ഓർഗാനിസംസ് ഉള്ളത് കൊണ്ട് തന്നെ ചില ഓർഗാനിസംസ് എന്തുണ്ടാവും, ചില ഓർഗാനിസംസ് ഭയങ്കര ഇൻഡിജിനസ് ആയിരിക്കും, അവർ ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ ചിലത് എന്താണ്, വേൾഡിൽ കുറേ എടുത്ത് കാണാൻ പറ്റും അല്ലെ. അപ്പം ഇവിടെ ഇപ്പൊ എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ട്, ഞാൻ അതിനെന്താ പൂച്ചയെന്നാ വിളിക്കുന്നത് അല്ലെ. ഞാന് എന്താണ്, ഇപ്പൊ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ഒരു ഹിന്ദിക്കാരനോട് ഞാൻ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവോ? ഇല്ല. അയാൾ എന്നോട് അവിടുന്ന് വേറെ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ? ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ സെയിം സാധനത്തിന് ഞാൻ കാറ്റ് എന്ന് പറഞ്ഞ വേറൊരു പേരിലാണ് പഠിക്കുന്നത് അല്ലെ. അപ്പം എല്ലായിടത്തും എന്തുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡൈവേഴ്സ് ലാംഗ്വേജസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ സെയിം സാധനത്തിന് നമ്മൾ പല പേരിലൊക്കെയാണ് പറയുന്നത് അല്ലെ. അങ്ങനെയാകുമ്പോൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ലേ? ഒരു പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ ചില സയന്റിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു, ഇവര് നമുക്ക് ഒരു ഓർഗാനിസത്തിന് കോമൺ ആയിട്ട് വേൾഡിൽ മുഴുവൻ ആ ഒരു പേര് പറഞ്ഞാൽ അറിയുന്ന ഒരു പേര്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു നെയിം വേണം എന്നങ്ങ് തീരുമാനിച്ചു. ഓക്കെ,
അങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നെയിമിങ്ങിനെയാണ് എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നെയിംസ് ലിവിങ് ഓർഗാനിസത്തിന് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓർഗാനിസം വേൾഡ് മുഴുവൻ എന്തായിരിക്കും? സെയിം നെയിമിലായിരിക്കും അറിയപ്പെടുന്നത്. പണ്ടൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ തുടക്കത്തിലെ പോളിനോമിയൽ സിസ്റ്റത്തിലായിരുന്നു. എന്ന് വെച്ചാൽ വലിയ പേരായിട്ട് അത്രയും വലിയ പേര് നമുക്ക് ഓർത്തിരിക്കാനോ നമ്മൾ എന്തായാലും ഓർത്തിരിക്കാനൊന്നും പോകുന്നില്ല അല്ലെ. അപ്പൊ അതൊരു ഇൻഅഡക്വേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, കുറച്ചുകൂടി എന്താണ് നല്ല അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മോസ്റ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? അതിന്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാ പ്രപ്പോസ് ചെയ്തത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഹലോ, ആരാണ്? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. ലിനേയസ് ആണ് ശരിക്കും എന്ത് ചെയ്തത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് എന്ത് ഒരുപാട് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ പേരുകൾ ബൈനോമിയൽ നെയിംസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? സ്പീഷീസ് പ്ലാന്റേറം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ബുക്ക് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 1753 1753 സ്പീഷീസ് പ്ലാന്റേറത്തിലാണ് എന്ത് ഒരുപാട് പ്ലാന്റ്സിന്റെ ഒക്കെ എന്ത് സയന്റിഫിക് നെയിം ഇതൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് ആ ഒരു നെയിം ആ ഒരു സിസ്റ്റം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആനിമൽസിന്റെ ഒരുപാട് സയന്റിഫിക് നെയിം ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ഇറക്കിയ ഒരു ബുക്കിന്റെ പേരാണ് എന്ത്? സിസ്റ്റമാ നാച്ചുറേ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അത് എപ്പോഴാണ്? 1758 ഓക്കെ. ഓക്കെ, അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? എന്താണ്? ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ലിനേയസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ നമ്മള് മാഞ്ചിഫെറ ഇൻഡിക്ക, ഇതൊരു ഇതെന്തിന്റെയാണ്? മാംഗോന്റെ സയന്റിഫിക് നെയിം ആണ്. ഇത് ബൈനോമിയൽ നോമൻക്ലേച്ചർ വഴിയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവും? രണ്ട് പാർട്ട് ആയിട്ടാണ് എന്ത് വരുന്നത്? രണ്ട് നെയിംസ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു നെയിമിൽ തന്നെ ഉണ്ടല്ലേ ബൈനോമിയൽ, രണ്ട് നെയിംസ് ഉള്ള ഒരൊറ്റ പേര് ആയിട്ടാണ് എന്ത് വരുന്നത്. അതിന്റെ ഇതൊന്ന് നോക്കിയേ എങ്ങനെയാ എഴുതിയിട്ടുള്ളതെന്ന്. ഫസ്റ്റ് വേർഡ് എന്താണ്? ക്യാപിറ്റൽ. ജീനസ്, സ്പീഷീസ്. ഫസ്റ്റ് വേർഡ് എന്താണ്? ക്യാപിറ്റൽ ആണ്. പിന്നെ ഉള്ളത് സ്മോളിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഓർഡറിലാണ് എന്ത് വരുന്നത്. ഓക്കെ, ബൈനോമിയൽ നോമൻക്ലേച്ചർ വരുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ നെയിമിങ്ങിന്റെ നോമൻക്ലേച്ചറിന്റെ പറഞ്ഞു. അപ്പം നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന ഒരു പേരിട്ടു, വേറൊരാള് വേറെ ഏതോ സ്ഥലത്തുനിന്ന് ഒരു പേരിട്ടു, അങ്ങനെ ഒരുപാട് നെയിം വീണ്ടും അതിന് വരും അല്ലെ. അപ്പം ഒരു കോഡും ഒരു കണക്കും ഇല്ലാണ്ടാണോ ഈ ഒരു എന്താ പറയാ ഈ ഒരു പേരൊക്കെ ഈ ഒരു നോമൻക്ലേച്ചർ കൊടുക്കുന്നത്? അല്ല. നമ്മുടെ പ്ലാന്റ്സിനും ആനിമൽസിനും രണ്ട് ടൈപ്പ് ഓഫ് കോഡ്സും ക്രൈറ്റീരിയയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതുണ്ട്. ഏതാണ്? ICBN. ICBN എന്താണ്? നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ പഠിച്ചതല്ലേ, ഒന്ന് പറഞ്ഞേ. ഇന്റർനാഷണൽ കോഡ് ഫോർ ഓക്കെ, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. അത് എന്തിന്റെയാണ്? കളക്ഷൻ ഓഫ് റൂൾസ് റിഗാർഡിങ് എന്തിനാണ്? സയന്റിഫിക് നോമൻക്ലേച്ചർ ഓഫ് പ്ലാന്റ്സിന്റെ സയന്റിഫിക് നോമൻക്ലേച്ചറിനുള്ള റൂൾസും ക്രൈറ്റീരിയസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ICBN ആണ് അല്ലെ. ഓക്കെ, ഇതിന്റെ സുവോളജിയുടെ എന്താണ് പറയാ, അല്ലെങ്കിൽ ആനിമൽസിന്റെ എന്താണ് പറയാ? ICZN എന്നാണ് അല്ലെ. അതിന്റെ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞേ. എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ്. അപ്പം ICBN ഉം ICZN ഉം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ICBN എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഈ ICZN എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ്.
ഓക്കെ, ഡിഫറൻസ് ഉണ്ട്. ഓഫും ഫോറും എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പം നോമൻക്ലേച്ചറിന്റെ എന്താണ് യൂണിവേഴ്സൽ റൂൾസ് ഏതൊക്കെയാണ്? ഒരു 4 റൂൾസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാറ്റിനൈസ്ഡ് ആയിരിക്കണം അല്ലെ. ജനറലി അത് ലാറ്റിനിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ റിട്ടേൺ ഇറ്റാലിക്സിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ വേറെ ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും അത് എന്താക്കണം? ഇറ്റാലിക്സിലേക്ക് ഡിറൈവ് ചെയ്തിട്ട് മാത്രമേ അത് ആക്കുള്ളൂ. വേറൊരു ലാംഗ്വേജിൽ നിന്ന് ഇതാക്കി കഴിഞ്ഞാൽ ലാറ്റിനൈസ്ഡ് ആയിട്ട് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണ് ലാറ്റിനൈസ്ഡ് ആയിരിക്കുന്നത്? ലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഡെഡ് ലാംഗ്വേജ് ആണ്. അതിന് ഇനി എന്തില്ല, ഇനി ചേഞ്ച് ഒന്നും വരില്ല. നമ്മുടെ ലിവിങ് ലാംഗ്വേജസിലൊക്കെയാണ് ഇനി ചേഞ്ച് വരുള്ളൂ. ലാറ്റിൻ എന്താണ്? ഒരു ഡെഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു. ഉണ്ട്. ഓക്കെ, മാഞ്ചിഫറ ഇൻഡിക്ക അല്ലെ. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ആ രണ്ടാമത്തെ റൂൾ എന്താണ്? ഫസ്റ്റ് നെയിം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫസ്റ്റ് നെയിം റെപ്രസെന്റ് ചെയ്യുന്നത് ജീനസിനെയാണ്. ജീനസിനെയാണ്. സെക്കൻഡ് നെയിം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്പീഷീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പീഷീസ് ആണ്. അതിനെന്താ പറയാ? സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നാണ് പറയാ അല്ലെ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ റൂൾ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള റൂൾ ആണ്. ഹാൻഡ് റിട്ടേൺ ആകുമ്പോൾ എന്ത് വേണം? രണ്ടിനും ഹാൻഡ് റിട്ടേൺ ആണ് ചെയ്യുന്നെങ്കിൽ രണ്ടിനും ഡിഫറെന്റ് ആയിട്ട് ലൈൻസ് കൊടുക്കണം അല്ലെ. രണ്ടിനും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ കൊടുക്കണം. പിന്നെ നാലാമത്തെ റൂൾ എന്താണ്? ഫസ്റ്റ് വേർഡ്, ജീനസിനെ ഡിനോട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡ് എപ്പോഴും ക്യാപിറ്റലിൽ തുടങ്ങണം. സ്പീഷീസിനെ ഡിനോട്ട് ചെയ്യുന്ന സെക്കൻഡ് വേർഡ് എപ്പോഴും എന്തിലായിരിക്കണം? സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം ഉണ്ടാവുന്നത്. ഓക്കെ ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ? ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞേ. ആർക്കറിയില്ല? ഗ്രൂപ്പ് ഓക്കെ, എന്താണ്? ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് കൺവീനിയന്റ് കാറ്റഗറീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഓർഗാനിസംസിനെ അല്ലെങ്കിൽ എന്തിനേയും ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കൺവീനിയന്റ് കാറ്റഗറീസിലേക്ക് നമ്മൾ ലിവിങ് ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആനിമൽ കിങ്ഡം. ഓക്കെ ഓക്കെ, എന്താണ് ക്ലാസിഫിക്കേഷന്റെ നീഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ്? ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് എന്താണ് ഓരോന്നായിട്ട് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതാക്കാൻ പറ്റില്ല അല്ലെ. ഐഡന്റിഫൈ ചെയ്യാനോ ഇതാക്കാനൊന്നും പറ്റില്ല. പക്ഷെ മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഇതുപോലെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കില്ലേ അല്ലെ. പുതിയൊരു ഓർഗാനിസത്തിനെ കണ്ടു, ഇത് ക്ലോസ്ലി എന്തിനോടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ ഏതൊക്കെ ക്യാരക്ടേഴ്സിനോടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സ് ഈ ഒരു ഇതിൽ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? അതിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അതുമായിട്ട് എന്തോ റിലേഷൻ ഉള്ളതാണ്. അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈസിയാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുമ്പോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ ഒരു നമ്മള് കുറച്ച് മുമ്പുള്ള ആ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അതെങ്ങനെയാണ്? കുറച്ച് ഒന്നോ രണ്ടോ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആൻഷ്യന്റ് ടൈംസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓർഗാനിസംസിനെ. അത് കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഉപകാരപ്പെടുന്ന അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മോർഫോളജി ഓവറോൾ മോർഫോളജി ഒന്നും എന്ത് ചെയ്യുന്നില്ല? അതിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം ക്ലാസിഫൈ ചെയ്യുന്നതിൽ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹെർബ് കുറച്ചുകൂടി വലിയ ട്രീസിനെ ഷ്രബ് പിന്നെ ട്രീസ് എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് എന്ത് ഏകദേശം ഫസ്റ്റ് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നോൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ആരാണ് വരുന്നത്? തിയോഫ്രാസ്റ്റസ്.
തിയോഫ്രാസ്റ്റസ് എന്താണ് ഹിസ്റ്റോറിയ പ്ലാന്റോറം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബുക്കിലാണ് എന്ത് കൊണ്ടുവന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു ഈ ഒരു ഹെർബിന്റെയും ഷ്രബിന്റെയും ഇടയിൽ ഒരു അണ്ടർ ഷ്രബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആര് വരുന്നത് ലിനേയസ് വരുന്നത്. ലിനേയസ് ആണ് ശരിക്കും എന്ത് ചെയ്തിട്ടുള്ളത് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷനെ കുറച്ചുകൂടി ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ആരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് എന്താ അനിമേലിയ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒന്നോ രണ്ടോ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം ഇതില് പറഞ്ഞാല് എന്താണ് ഒരു കാറ്റഗറി തന്നെ എന്തുണ്ടാവും കുറെ സിമിലർ എന്ന് വെച്ചാൽ സിമിലാരിറ്റി ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിൽ മാത്രമായിരിക്കും. ഒരുപാട് ഡിസിമിലർ ആയിട്ടുള്ള എന്ത് കാണാൻ പറ്റും ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഇതിനൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇതില്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അതിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ആ ഡിസിമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ് പിന്നെ അവർ സബ് ഗ്രൂപ്പ് ആക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ എന്തൊക്കെ നോക്കുന്നുണ്ട് മോർഫോളജി അനാട്ടമി സൈറ്റോളജി എംബ്രിയോളജി ഒക്കെ നോക്കുന്നുണ്ട്. എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ഒഴികെയുള്ള എല്ലാം നോക്കുന്ന ഇതിലാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ്. ഈ ഒരു ഇതിൽ എന്ന് വെച്ചാല് കുറേയും കൂടി സിമിലർ ആയിരിക്കും. ഇതാണ് കുറച്ചുകൂടി വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ള കുറച്ചുകൂടി നല്ലത് എന്ന് പറയുന്നത് ഒന്ന് ഏതാണ് ഇതാണ് ഈ ഒരു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഓർഗാനിസംസ് സെയിം ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ഈ മോർഫോളജി സൈറ്റോളജി എംബ്രിയോളജി ഒക്കെ നോക്കുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും മോർ ക്ലോസ്ലി സിമിലർ ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആവുമ്പോഴാണ് അതിന് എന്തുണ്ടാവുന്നത് കുറച്ചുകൂടി ഡിസിമിലാരിറ്റി ഉണ്ടാവുന്നത്. സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്തായിരിക്കും കുറച്ചുകൂടി എന്തായിരിക്കും സിമിലർ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനെക്കാട്ടും സിമിലാരിറ്റി ഇതിലാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഇതൊക്കെ ഇതാക്കുന്നതുകൊണ്ട് തന്നെ എന്താവും ഇന്റർ റിലേഷൻഷിപ്പും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതില് കണ്ടെത്താൻ കഴിയും. പിന്നെ ബെന്തം ആൻഡ് ഹൂക്കർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരുടേതാണ് എന്ത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫൈലോജനി അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒക്കെ നോക്കും. അത്രേ ഉള്ളൂ. വേറെ നിങ്ങൾ കൂടുതലായിട്ട് ഇതാക്കുന്നുണ്ട് ഫൈലോജനറ്റിക് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞു. അപ്പൊ എന്താണ് ടാക്സോണമി? ക്ലാസിഫിക്കേഷന്റെ ആ ഒരു പാർട്ട് തന്നെയാണ്. എന്താണ് ടാക്സോണമി? നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇത് പറഞ്ഞേ. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ Hello, ma'am. Yes. എന്താണ് ടാക്സോണമി? Based on the character. ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് എന്താണ് ഡിഫറെന്റ് ടാക്സയിലേക്കാണ് എന്ത് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളെ എന്താണ് കാറ്റഗറിയും ടാക്സയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഈ ടാക്സയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, നമ്മള് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് Similar. കാറ്റഗറീസ് ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിംഗ് ചെയ്യുന്നതാണ്. ഡിഫറെന്റ് കാറ്റഗറീസിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ഡിഫറൻസ്? Similar. എന്താണ്? ഹലോ, ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ലിവിങ് ഓർഗാനിസംസിനെ നമുക്ക് എന്ത് ചെയ്യാം ഡിഫറെന്റ് ടാക്സയിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കാം അല്ലെ. ഓക്കെ, ടാക്സ എന്ന് പറയുന്നത് എന്താണ് കാറ്റഗറീസ് അല്ലെങ്കിൽ റാങ്ക്. നമ്മൾ കാറ്റഗറീസിലേക്ക് ഗ്രൂപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ കാറ്റഗറീസ് അല്ലെങ്കിൽ റാങ്കിന്റെ സയന്റിഫിക് നെയിം ആണ് എന്ത് ടാക്സ എന്ന് പറയുന്നത്. ഓക്കെ,
കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ആ കിങ്ഡം, ഫൈലം, ക്ലാസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ കാറ്റഗറീസ് ആണ്. അപ്പൊ ടാക്സ എന്ന് പറയുന്നത് അതിൽ എന്തായിരിക്കും? അതിലിപ്പം ഒരു ഫൈലം ആർത്രോപോഡ എന്നൊക്കെ വന്നു. അതില് ഫൈലം എന്ന് പറയുന്നത് എന്താണ്? കാറ്റഗറി ആണ്. ആർത്രോപോഡ എന്ന് പറയുന്നത് എന്താണ്? ടാക്സ ആണ്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടാക്സയിലേക്ക് ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സോണമി എന്ന് പറയുന്നത്. APD കൺട്രോൾ ആണ് അതെന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് ലിനേയസ് ആണ്. ഓക്കെ, നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നതിന് അതിന്റെ ഫണ്ടമെന്റൽ എലമെന്റ്സ് അല്ലെങ്കിൽ ടാക്സോണമിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഓർഗാനിസത്തിനെ, ഒരു ന്യൂ ഓർഗാനിസത്തിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യൂലെ, എല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഗറീസ് അല്ലെങ്കിൽ ടാക്സ് എടുത്തിട്ട് അത് വെച്ച് എന്തൊക്കെയുള്ള സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഇത് ഐഡന്റിഫിക്കേഷൻ ഇല്ലേ? ഓക്കെ, അതാണ് എന്ത്? ക്യാരക്ടറൈസേഷനും ഐഡന്റിഫിക്കേഷനും എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഓൾറെഡി ഉള്ള ഓർഗാനിസംസുമായിട്ട് അതിന്റെ സിമിലാരിറ്റി ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും. അതാണ് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള കൺവീനിയന്റ് കാറ്റഗറീസിലേക്ക് എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത്? ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാലോ അവസാനം അതിന് എന്ത് ചെയ്യാണ്? കറക്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ്. എന്ത്? യൂണിവേഴ്സൽ റൂൾ ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ അതിന് ഒരു നെയിം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിക്കൽ ആയിട്ട് ഓൾഡ് ഇതിലുള്ളായിരുന്ന ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഒബ്സർവബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ മോഡേൺ ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട്? ഇന്റേണലും എക്സ്റ്റേണലും സ്ട്രക്ചർ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, പിന്നെ സെൽ വാള്, സെല്ലിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെവലപ്മെന്റൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഗമീറ്റ്സ് ആയിട്ട് എംബ്രിയോ, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു അഡൽട്ട് ബീയിങ് ആയിട്ട് മാറുന്ന വരെയുള്ള ആ ഒരു പ്രോസസ്സ് ഇല്ലേ, ഡെവലപ്മെന്റൽ പ്രോസസ്സ് നോക്കുന്നുണ്ട്. പിന്നെ എക്കോളജിക്കൽ ഇൻഫർമേഷൻ എന്താണ്? എൻവയോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ അവരുടെ എക്കോളജിയുമായിട്ട് അത് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മോഡേൺ ടാക്സോണമിയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നെക്സ്റ്റ് ടോപ്പിക്? സിസ്റ്റമാറ്റിക്സ് ആണ്. അപ്പം ഈ ഒരു ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, സിസ്റ്റമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വന്നിട്ടുള്ളത് അല്ലെ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ലിനേയസിന്റെ ഒരു ബുക്ക് ഉണ്ട്. ഏതാണ്? സിസ്റ്റമാ നാച്ചുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഒക്കെ ഉണ്ട് അല്ലെ? അതിലാണ് ഒരുപാട് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഒക്കെ നടത്തിയിട്ട് ആനിമൽസിന്റെ ഇതൊക്കെ ഇതാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത്? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ആണ് എന്ത്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൽ ഒരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഒരു കീവേഡ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓർഗാനിസംസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസും അവരുടെ ഇന്റർ റിലേഷൻഷിപ്പ് എന്താണ്? അവരുടെ ഡൈവേഴ്സിറ്റിയും അവരുടെ ഇന്റർ റിലേഷൻഷിപ്പും എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക്സിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരത് നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് അതിനെ പഠിക്കുന്നുണ്ട്. അവരുടെ എന്താണ്? ഡൈവേഴ്സിറ്റീസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിലെ എമോങ്സ് ദം അവരുടെ എന്തൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ട് നടത്തുന്നുണ്ട്, അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? അവരും എൻവയോൺമെന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇതൊരു കീ പോയിന്റ് ആണ് കേട്ടോ. എവല്യൂഷണറി റിലേഷൻഷിപ്പും എന്തിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക്സിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ടാക്സോണമിക് കാറ്റഗറീസ്. എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ്? അറിയുന്ന ആരെങ്കിലും പറ,
എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ്? നമ്മുടെ ക്ലാസിഫൈ ചെയ്ത് വെച്ചതാണ് അല്ലേ? എന്താണ് ക്ലാസിഫിക്കേഷൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. എന്തിനെയാണ്? ലിവിങ് ഓർഗാനിസംസിനെ എന്തിലേക്കാണ്? കൺവീനിയന്റ് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർഗാനിസംസിനെ, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ് ആണോ? അല്ല, ഡിഫറെന്റ് സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ? ഈ ഒരു ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഈച്ച് സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പും എന്താണ്? ഓരോ റാങ്ക് അല്ലെങ്കിൽ ഓരോ എന്താണ് കാറ്റഗറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഓർഗാനിസംസിനെ എന്ത് ചെയ്യും? ആദ്യം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും. എന്നിട്ട് അങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പിനെ എടുത്തിട്ട് വീണ്ടും ഒരു ഗ്രൂപ്പ് ആക്കും. അങ്ങനെ വീണ്ടും അതിലുള്ള സിമിലാരിറ്റി വെച്ചിട്ട് വീണ്ടും അടുത്ത ഗ്രൂപ്പ് ആക്കി മാറ്റും. അങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ വേൾഡിലുള്ള എല്ലാ ജീവികളെയും ഒരൊറ്റ ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പം ഇതിൽ എന്തുണ്ട്? ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഇല്ലേ? ഈ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എന്താണ്? ഓരോ റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ റാങ്കിനെയാണ് എന്ത് പറയുന്നത്? ടാക്സോണമിക്. ഇത് ടാക്സോണമിയിൽ വരുന്നത് കൊണ്ടാണ് എന്ത് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ടാക്സോണമിക് കാറ്റഗറീസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഹൈറാർക്കി ഉണ്ടാവുന്നത് അല്ലെ? ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് എന്ത്? അതിന്റെ ഒരു യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ടാക്സൺ ആണ് എന്ത്? ക്ലാസിഫിക്കേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ? ക്ലാസിഫിക്കേഷന്റെ യൂണിറ്റ് എന്താണ്? ടാക്സൺ ആണ്. ടാക്സൺ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. എന്തിന്റെ? ടാക്സ എന്ന് പറയുന്നതിന്റെ സിംഗുലർ ആണ് എന്ത്? ടാക്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും എന്താണ് ഇത് ഓരോന്നും എന്താണ്. ഇത് ഓരോന്നും ടാക്സോണമിക് കാറ്റഗറീസ് ആണ്. ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എന്ത്? സിമിലർ ആയിട്ടുള്ളത് വെച്ചിട്ട് ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അത് കൂട്ടിച്ചേർത്തിട്ട് ജീനസ് ഉണ്ടാക്കി, അവിടെ നിന്ന് എന്തുണ്ടാക്കി? ഫാമിലീസ് ഉണ്ടാക്കി, ഓർഡർ ഉണ്ടാക്കി, ക്ലാസ്, അങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലെ? അങ്ങനെ എല്ലാ ജീവികളെയും ഒരുമിച്ച് വെക്കാൻ പാകത്തിലുള്ള ഹയറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പം ഇത് ഓരോന്നും എന്താണ്? ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറീസ് ആണ് അല്ലെ? ഇതിലേക്ക് നമ്മളിപ്പോ സ്പീഷീസുകളെ ഗ്രൂപ്പ് ആക്കി വിടും അല്ലെ? അങ്ങനെയുള്ള കാറ്റഗറീനെ തന്നെയാണ് ടാക്സ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു കാറ്റഗറിയും ടാക്സയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കാറ്റഗറി എന്ന് പറയാം. പക്ഷേ നമ്മളിപ്പോ ഒരു എന്താണ് ഒരു മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ്. പക്ഷെ ആ ഒരു ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? അതൊരു ടാക്സയാണ് അല്ലെ? ഈ ഒരു സ്പീഷീസിലുള്ള ഒരു ടാക്സയാണ് അത്. അങ്ങനെ എന്തുണ്ടാവും? അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ നമ്മള് ഇത് നോക്കിക്കഴിഞ്ഞു. ഇതിൽ എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. എങ്ങനെയാണ് അസെൻഡിങ് ഓർഡർ വരിക? ഓക്കെ, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അല്ലെ? അപ്പം ഇപ്പൊ ഇത് ഏതാണ്? ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഇതിലാണ് ഉള്ളത്. ഓക്കെ, ഇനിയിപ്പം ഡിക്രീസ് ചെയ്യുന്നതിലാണെങ്കിൽ എങ്ങനെയാണ്? കിങ്ഡം മുതൽ താഴോട്ടാണ് വരുന്നതെങ്കിലോ അതെന്താണ്? ഡിസെൻഡിങ് ഓർഡറിലാണ് വരിക. ഓക്കെ, അതില് കിങ്ഡത്തിലാണ് കുറേ ആനിമൽസ് ഉണ്ടാവുക അല്ലെ? കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ ആനിമൽസ് മൊത്തം അതിലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് പിന്നെ ഫൈലംസ് ആയിട്ട് കുറച്ച് എന്താണ് ഗ്രൂപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അപ്പം അതെന്താണ്? ഡിക്രീസ് ചെയ്ത് വരുന്ന അളവിലാണെങ്കിൽ അതെന്താണ്? ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ സ്പീഷീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ഉള്ള ഒരുപാട് സിമിലർ ആയിട്ടുള്ള എന്താണ് ആനിമൽസ് ആണ് അല്ലെ? ആനിമൽസ് എന്നല്ല, ഓർഗാനിസംസ് ആയിരിക്കും എന്തിലുണ്ടാവുക? സ്പീഷീസിൽ ഉണ്ടാവുക. നമുക്ക് അവരുടെ എന്താണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ച് നമ്മൾ രണ്ട് സ്പീഷീസിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈസിലി ഒബ്സർവ്ഡ് ആയിരിക്കും. അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഈസിലി ഒബ്സർവബിൾ ആയിരിക്കണം
എന്ത് സ്പീഷീസ് എന്ന് പറയുന്നത്. രണ്ട് സ്പീഷീസിനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവരെന്തായിരിക്കണം, രണ്ട് സ്പീഷീസ് ആണെന്ന് അവരുടെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടാൽ മനസ്സിലാവണം. അല്ലെങ്കിൽ സെയിം സ്പീഷീസ് ആണെന്ന് അതിന്റെ സിമിലാരിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും വെച്ചിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവണം. അപ്പം ഓരോ സ്പീഷീസിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മാൻജിഫ്ര ഇൻഡിക്ക എന്ന് പറയുന്നതിൽ ഇത് സ്പീഷീസ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിതെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാൻജിഫ്ര ഇൻഡിക്ക എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ്. മാൻജിഫ്ര എന്ന് പറഞ്ഞിട്ടുള്ള ജീനസ് എന്ന് പറയുമ്പോൾ കുറെ സ്പീഷീസുകൾ ചേർന്നിട്ടുള്ളതാണല്ലോ അല്ലെ. അപ്പൊ അതിൽ ഒരു സ്പീഷീസിന്റെ ഇതാണ് എന്ത് മാൻജിഫ്ര ഇൻഡിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ലിയോ, ടൈഗ്രിസ്, പാർഡസ് ഇതൊക്കെ എന്താണ് ഓരോ സ്പീഷീസ് ആണ് അല്ലെ. ഇതെന്താണ് ലയൺ, ടൈഗർ, ലെപ്പേർഡ്, അതുപോലെ തന്നെ എന്താണ് പൊട്ടറ്റോന്റെ സൊലാനം ട്യൂബറോസം, പിന്നെന്താണ് നമ്മുടെ ബ്രിഞ്ചാള്, ഇതൊക്കെ എന്താണ് അതിന്റെയൊക്കെ സൊളാനം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ജീനസ് വളരെ വലുതാണ്. അതിൽ കുറെ സ്പീഷീസ് കാണുന്നില്ലേ നിങ്ങള്. അപ്പം ഓരോ സ്പീഷീസ് എന്താണ് സ്പെസിഫിക് ആയിട്ട് ആക്കുന്നുണ്ട്. അതെന്താണ്, ഇത് പൊട്ടറ്റോ ആണ്, ഇതെന്താണ് ബ്രിഞ്ചാളാണ്. അപ്പം ഇതാണ് എന്ത് സ്പീഷീസ് എന്ന് പറയുന്നത് വെച്ചാൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ലിവിങ് ബീങ്സ് ആണ്. അവർക്ക് കുറെ സിമിലാരിറ്റീസ് കാണും. ഈസിലി അവരെ എന്തായിരിക്കും ഒബ്സർവബിൾ ആയിരിക്കും. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ജീനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹലോ, നിങ്ങളൊന്ന് പറഞ്ഞേ, ജീനസ് എന്ന് പറയുന്നത് എന്താണ്? Closely related species. ഓക്കെ, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ്. ഓക്കെ, അതെങ്ങനെയായിരിക്കും അതിന്റെ അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക? നിങ്ങൾ സ്പീഷീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ മോർ സിമിലർ ആയിരിക്കുമോ? ഓക്കെ, സ്പീഷീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവരെന്താണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് കുറവായിരിക്കും അല്ലെ. കാരണം ഒരു സ്പീഷീസിലുള്ള ആൾക്കാർ എന്താണ് ഭയങ്കര സിമിലാരിറ്റീസ് ഉള്ള ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളുടെ കൂട്ടമാണ് എന്ത് ഈ ഒരു ജീനസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സ്പീഷീസ് തമ്മിൽ എന്തായാലും കുറച്ച് ഡിസിമിലാരിറ്റി ഉണ്ടാവുമല്ലോ. അത്രയും ഡിസിമിലാരിറ്റി നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ജീനസ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ അതിലുള്ള ഓർഗാനിസംസിനെ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ പാന്തീറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജീനസില് ലയണും ടൈഗറും ലെപ്പേർഡും വരുന്നുണ്ട്. നമുക്ക് ശരിക്കും അവരെ മൂന്ന് പേരെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടാൽ ഏകദേശം ഒരേ ഫാമിലി ആണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്താണ് അതിന് ക്ലിയർ ആയിട്ടുള്ള ഡിസിമിലാരിറ്റിയും കുറച്ച് നമുക്ക് എന്തായാലും എടുത്ത് കാണാൻ പറ്റും അല്ലെ. ഓക്കെ, അവരെന്തായാലും എന്താണ് സിമിലർ ആണ്, മോർ സിമിലർ ആണ്. ബാക്കിയുള്ള ഓർഗാനിസംസ് അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഹയർ കാറ്റഗറീസിനെ വെച്ച് നോക്കുമ്പോൾ സിമിലർ ആണ്. പക്ഷെ എന്താണ് സ്പീഷീസിനെ വെച്ച് നോക്കുമ്പോൾ അവര് കുറച്ചുകൂടി സിമിലാരിറ്റി കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഗ്രൂപ്പ്സ് ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. ജീനസിനെയും സ്പീഷീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താണ് ഈ സിമിലാരിറ്റി കുറവാണ്, ലെസ് സിമിലർ ആണ് അല്ലെ. പക്ഷെ ഇവരുടെ ഹയർ ടാക്സനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ കുറച്ചുകൂടി എന്ത് കാണിക്കുന്നുണ്ട്, സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ സിമിലാരിറ്റി ഇവരിൽ ഫാമിലി ഒക്കെ എത്തുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, ലെസ് സിമിലാരിറ്റികളെ ഇതിൽ ഉണ്ടാവുള്ളൂ. ഈ പ്ലാന്റ്സിന്റെ ഇതിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു എന്താണ് ഫാമിലി എന്ന് പറയുന്നത് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഇത് നോക്കുവാണെങ്കിൽ പാന്തീറ എന്ന് പറയുന്ന ഈ ഒരു ടൈഗർ, ലെപ്പേർഡ്, ലയൺ ഒക്കെ ഉള്ള ഒരു ജീനസ് ഇല്ലേ, അതും അതുപോലെ തന്നെ ഫെലിസ്, കാറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു കാറ്റ്സ് ഉള്ള ഫെലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസും കൂടി ചേർന്നിട്ട് എന്താണ് ഫെലിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ് ആവുന്നത്. അപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം ഏകദേശം ഈ പൂച്ചവർഗം, മാർജാരവർഗം എന്നൊക്കെ പറയുന്നത് അവർ ഒരേ വർഗ്ഗക്കാരാണെന്നൊക്കെ നമ്മൾ ചില സമയം പൂച്ചേനൊക്കെ കണ്ടാൽ നമ്മൾ പറയില്ലേ, ഒരു ലെപ്പേർഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ എന്താണ് ലയണിന്റെ ഒക്കെ ഏകദേശം ഒക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ. ഉണ്ട്, പക്ഷെ എന്നാലും എന്താണ് സിമിലാരിറ്റി ഭയങ്കര കുറവല്ലേ അല്ലെ. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്ത് പക്ഷെ അവരെന്താണ് ഒരു ഗ്രൂപ്പിലാണ്, ഏത് ഫാമിലിയിലാണ്, ഫെലിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിലാണ് വരുന്നത്.
അതുപോലെ വേറൊരു ഫാമിലി നോക്കുവാണെങ്കിൽ ഏതാണ്? കാനിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗ്സ് എന്താണ്? വേറൊരു ഫാമിലി തന്നെയാണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഫാമിലീസിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഓർഡറിൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇതാക്കിയിട്ടുള്ളത്. അവര് ഹയറോ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹയറിലായത് കൊണ്ട് തന്നെ ഇവരുടെ സിമിലാരിറ്റീസ് എന്താണ്? ലെസ് ആണ്, കുറവാണ്. ഓക്കെ, അപ്പം കാർണിവോറ എന്ന് പറയുന്ന ഒരു ഓർഡർ, അതില് നമ്മൾ നേരത്തെ പറഞ്ഞു ഡോഗ്സ്, വോൾഫ്സ്, ഫോക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഫാമിലി കാനിഡ ഉണ്ട്. അതുപോലെ തന്നെ ഫെലിഡേ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റ്സ്, ലെപ്പേർഡ്, ടൈഗർ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ഇവിടെ ഉണ്ട്. ഈ രണ്ട് ഫാമിലികളും ഏതിലാണ്? കാർണിവോറയിൽ വരുന്നവരാണ്. ഓക്കെ, അപ്പൊ അവര് തമ്മില് എന്താണ്? ഭയങ്കര ഡിസ്റ്റിക്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് സിമിലാരിറ്റീസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അല്ലെ? അപ്പം അവര് രണ്ടുപേരും ഏതിലാണ് വരുന്നത്? കാർണിവോറയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? മുകളിലേക്ക് പോകും തോറും ഇവരുടെ സിമിലാരിറ്റി എന്താണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് വെച്ചിട്ടാണ് ഇതില് നമ്മൾ ഇപ്പൊ ആനിമൽസിൽ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്? ഓർഡർ പ്രൈമേറ്റയില് മാനും മങ്കിയും ഒക്കെ വരുന്നത് ഏതാണ്? ഓർഡർ പ്രൈമേറ്റയാണ്. ഓക്കെ, മാനും മങ്കിയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം ഒക്കെ നമുക്ക് കുറച്ച് സിമിലാരിറ്റീസ് അവിടെ ഇവിടെ ഒക്കെ കാണാം. പക്ഷെ എന്താണ്? അവർ ഡിസിമിലർ ആണ് അല്ലെ? ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് പോകും തോറും എന്താണ്? സിമിലാരിറ്റി കുറഞ്ഞു വരികയാണ്. പ്രൈമേറ്റിലാണ് ഇത് വരുന്നത്, മാനും മങ്കിയും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ മാനും മങ്കിയും മാത്രമല്ല, നമ്മുടെ കാർണിവോറ എന്ന് പറയുന്നത് കാറ്റ്, ഡോഗ് ഇവരൊക്കെ എന്തിലാണ്? കാറ്റ്, ഡോഗ് എന്നൊക്കെ പറയുന്നത് ഏതിലാണ്? കാർണിവോറയിലാണ്. അപ്പൊ ഇവര് രണ്ടും ഏതിലാണ്? മമേലിയ എന്ന് പറയുന്നുള്ള ക്ലാസ്സിലാണ് വരുന്നത്. എന്താണ്? ഇവർ രണ്ടുപേരും മമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് വരുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ നമ്മളെ എടുത്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു കാറ്റിനെ അല്ലെങ്കിൽ ഡോഗിനെ എടുത്ത് നോക്കുക. നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ് കാണുന്നില്ലേ? അല്ലേ? അപ്പൊ എന്താണ്? മുകളിലേക്ക് പോകുന്നവർ എന്താണ്? സിമിലാരിറ്റി കുറഞ്ഞു വന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സിന്റെ ഭാഗമായിട്ട് മാത്രമേ എന്തുള്ളൂ? ഇങ്ങനെ ഗ്രൂപ്പിംഗ് വരുന്നുള്ളൂ. അപ്പൊ മമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫൈലം ആൻഡ് ഡിവിഷൻ. ഫൈലം എന്ന് പറയുമ്പോൾ ആനിമൽസിന് അത് എന്താണ്? ഫൈലമാണ്. ക്ലാസ്സുകൾ ചേർന്നിട്ട് എന്താണ് ആവുന്നത്? ഫൈലമാണ് ആവുന്നത്. ഇനി പ്ലാന്റ്സ് ആണെങ്കിൽ അതിൽ എന്താണ് ആവുന്നത്? ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് അത് മാറുന്നത്. ഓക്കെ, ഒരു കാറ്റഗറി ആയിട്ടാണ് അത് മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈലം കോർഡാക്റ്റ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ക്ലാസ്സസ് നമുക്ക് അതിൽ കാണാൻ പറ്റും? നമ്മൾ പറഞ്ഞു മമേലിയ ഉണ്ട്, മാമൽസ് ഉണ്ട് അല്ലെ? മാമറി ഗ്ലാൻഡ്സിന്റെ പ്രസൻസ് ഒക്കെ ഉള്ളവരാണ് അല്ലെ? അപ്പൊ നമ്മള് ഹ്യൂമൻസ്, ഡോഗ്സ് ഇവരൊക്കെ വരുന്ന ഇതാണ്, മമേലിയാണ്. പിന്നെ ഏവ്സ് ആരാണ്? ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ് ഇവരൊക്കെ ഏതിലാണ്? ഫൈലം കോർഡേറ്റയിലാണ്. നോട്ടോകോഡിന്റെ ഇതിന്റെ ഒക്കെ പ്രസൻസ് വെച്ചിട്ടാണ് അങ്ങനെയുള്ള കുറച്ച് സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ഫൈലം കോർഡേറ്റയിൽ ആക്കി അല്ലെ? അവർക്ക് എന്താണ്? മോർ ഡിസിമിലർ ആണ് അവര് വരുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി കംപ്രൈസ് ചെയ്തിട്ട് നമ്മുടെ ഫൈലം ചേർന്നിട്ട് എന്താവും? ഫൈലങ്ങൾ ചേർന്നിട്ട് കിങ്ഡം ആയിട്ട് മാറും. ഏതില്? ആനിമൽസിന്റെ കേസിൽ കിങ്ഡം ആയിട്ട് മാറും. ഏതാണ് കിങ്ഡം? അനിമേലിയ അല്ലെ? നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലോ ഡിവിഷൻസ് ചേർന്നിട്ട് എന്താവും? കിങ്ഡം പ്ലാന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോന്നും നമ്മളിപ്പോ പറഞ്ഞ ഓരോന്നുമാണ് എന്ത്? ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ആണ് എന്ത്? ശരിക്കും ഓരോ ടാക്സ എന്ന് പറഞ്ഞിട്ടുള്ളത്. സയന്റിഫിക് ടേം ആണെന്ത്? ടാക്സ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്നുണ്ട്. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 4 എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ 4 ഓർഗാനിസംസിന് തന്നിട്ടുണ്ട്. അതിന്റെ ബയോളജിക്കൽ നെയിമും ജീനസ്, ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ കുറച്ച് കാറ്റഗറീസും തന്നിട്ടുണ്ട്. ടാക്സോണമിക്കൽ കാറ്റഗറീസും തന്നിട്ടുണ്ട് അല്ലെ? ഏതാണ്? മാന്റത്
ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോ, ഹൊമിനിഡേ, പ്രൈമേറ്റ, മെമേലിയ, കോർഡൈറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ ഹൗസ് ഫ്ലൈ എന്ന് പറയുമ്പോ ഏതാണ്? മസ്ക ഡൊമസ്റ്റിക്ക. അതിന് വരുന്നത് മസ്ക, മെസിഡേ, ടിപ്റ്റീരിയ, ഇൻസെക്റ്റ, ആർത്രോപോഡ. അങ്ങനെയാണ് അതിന്റെ എന്ത് പോകുന്നത്. മാംഗോ ആണെങ്കിൽ എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫറ. അനാകാർഡേസിയ ഫാമിലി ആണ്. സാപ്പിൻഡെയിൽസ് ഓർഡർ. ഡൈക്കോട്ടിലിഡനെ ആണ്. ആൻജിയോസ്പെർമെ ആണ് എന്ത് ഡിവിഷൻ വരുന്നത്. പിന്നെ വീറ്റ്, ട്രിറ്റിക്കം എസ്റ്റിവം. ട്രിറ്റിക്കം ഏതിലാ? ഫാമിലി പൊയേസിയ ആണ്. ഓർഡർ പൊയേൽസ് ആണ്. മോണോകോട്ടിലിഡൻ ആണ് ക്ലാസ്. മോണോകോട്ടിലിഡനെ ആണ് ക്ലാസ്. പിന്നെ ഡിവിഷൻ എന്താണ്? ആൻജിയോസ്പെർമെ ആണ് എന്ത് ഡിവിഷൻ വരുന്നത്. ഓക്കെ ഈ ഒരു ഇതെന്താണ്? ഇതും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതാണ് അല്ലെ പോർഷൻസ് ഒക്കെ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ എന്താ ചെയ്യാത്തത്, കൂടുതൽ സ്ട്രെസ് ചെയ്യാത്തത്. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് വായിക്കും, നിങ്ങൾ എന്ത് ചെയ്യാ? എനിക്ക് ആൻസർ പറഞ്ഞുതരാ. ഓക്കെ തുടങ്ങാലോ. ഓക്കെ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ്? ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് dash എന്തോ ഒന്ന് refers to the production of progeny processing features more or less similar to those of parents. Okay എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഹലോ ആരും ഇല്ലേ ഇവിടെ? ഇനിയിപ്പോ അറിയാഞ്ഞിട്ടാണോ? എന്തെങ്കിലും അറിയില്ലാന്നെങ്കിലും ഒന്ന് പറയൂ. എന്താണ്? എന്തെങ്കിലും ഒന്ന് പറ. എന്താണ് ക്വസ്റ്റ്യൻ? മനസ്സിലായോ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിൽ എന്തോ ഒരു കാര്യം റെഫർ ചെയ്യുന്നത് എന്താണ്? പ്രോജനി പ്രൊഡക്ഷനെയാണ് റെഫർ ചെയ്യുന്നത്. പ്രോജനി എന്താണ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെഫർ ചെയ്യുന്നത്. അത് എന്താണ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ ആഫ്റ്റർ പ്രൊഡക്റ്റ് എന്താണ്? പാരന്റ്സിന്റെ സിമിലർ ആയിട്ടുള്ള എന്തുണ്ടാവും? ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണത്? പ്രോജനീന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ്? റീപ്രൊഡക്ഷൻ ആണോ? റീപ്രൊഡക്ഷൻ ആണ്. അതെന്താണ്? പ്രോജനീന്റെ പ്രൊഡക്ഷൻ ആണ് അതല്ലേ? പ്രോജനി അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോജനീസ് ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? റീപ്രൊഡക്ഷൻ ആണ് ആൻസർ വരുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? The sum total of all the chemical reaction occurring in our body is known as. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്നെങ്കിലും പറഞ്ഞേ. എന്താണ് നമ്മുടെ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ്? എന്താണ്? എന്താണ്? മെറ്റബോളിസം. ഓക്കെ 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 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മെറ്റബോളിസം എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഇൻ അവർ ബോഡി. രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? അനബോളിസം ആൻഡ് കാറ്റബോളിസം അല്ലെ? അനബോളിസം എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് അപ്പ് പ്രോസസ് ആണ്. കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ് ആണ്. ഓക്കെ അപ്പൊ രണ്ടാമത്തെ ആൻസർ വരുന്നത് എന്താണ്? മെറ്റബോളിസം ആണ്. ഓക്കെ ഈ തന്നിട്ടുള്ള which of the following are unique features of living organisms? ലിവിങ് ഓർഗാനിസംസിന്റെ യുണീക് ഫീച്ചർ ഏതാണ് ഇതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൽ ഈ ഒരു ലിവിങ് ഓർഗാനിസംസ്?
കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദ എബോ. ഇതിലുള്ള എല്ലാം എന്താണ്? ലിവിങ് ഓർഗാനിസംസിന്റെ എന്താണ് യുണീക് ഫീച്ചേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ എന്താണ് അവരുടെ എൻവയോൺമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? സെൻസ് ചെയ്യാൻ കഴിയും. അതിനെന്താ പറയാ? കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. പിന്നെ മെറ്റബോളിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത് ഇവിടെ എൻവയോൺമെന്റിനോടായിട്ട് എന്ത് ചെയ്യുക? ഇന്ററാക്ട് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കുക. അപ്പോൾ ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ വരുന്നത്. Which of the following aspects is an exclusive characteristic of living things? Living things ന്റെ exclusive ആയിട്ട് living things മാത്രം കാണിക്കുന്ന characteristic ഇതിൽ ഏതാണ്? ഏതൊക്കെയാണ്? Isolated metabolic reactions occur in vitro. In vitro ആയിട്ടുള്ള isolated ആയിട്ടുള്ള metabolic reactions ആണോ? അല്ലെങ്കിൽ ഓപ്ഷൻ ബി എന്താണ്? Increase in mass from inside only ആണോ? Perception of events happening in the environment and their memory അതാണോ? സി ആണോ? ഡി എന്താണ്? Increase in mass by accumulation of material both on surface as well as internally. ഏതാണ്? ഈ നാലിൽ ഏതാണ് വരുന്നത്? അറിയില്ലെങ്കിൽ അറിയില്ല എന്നെങ്കിലും പറ കേട്ടോ. ഒരു ഗസ് അടിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. ഏതായിരിക്കും കുറച്ചുകൂടി ഒരു വൈൽഡ് ഗസ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുറച്ചുകൂടി ഒരു സിമിലർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ രണ്ട് സിമിലർ തിങ്സ് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാ? അതിൽ എന്താണ് വ്യത്യാസം ഉള്ളത് എന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം. ഓക്കെ, ഒരു വൈൽഡ് ഗസ് പറയുകയാണെങ്കിൽ ഏത് പറയും? ഏത് പറയും? ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ആർക്ക് അറിയില്ല എന്നാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ ഇൻവിട്രോ ആയിട്ട് നടക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടെസ്റ്റ് ട്യൂബിൽ അങ്ങനെ നടക്കുന്നതാണ്. അതിനെ നമ്മൾ ലിവിങ് തിങ്സിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല, കൂട്ടാൻ പറ്റില്ല. അത് ഞാൻ അന്നേരേ പറഞ്ഞതാണ്. അപ്പൊ എന്താണ്? അത് നമ്മൾ അങ്ങോട്ട് കളഞ്ഞു. അപ്പൊ അതല്ല. ഇൻക്രീസ് ഇൻ മാസ് ഫ്രം ഇൻസൈഡ് ഓൺലി. ഉള്ളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പക്ഷെ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താ അറിയോ? ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ്. അല്ലെ? ഈ ഒരു ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ്. ഓക്കെ, നമ്മൾ അടുത്ത കൂടി പറയാണ്. അടുത്ത എന്താണ്? പെർസെപ്ഷൻ ഓഫ് ഇവന്റ്സ് ഹാപ്പനിങ് ഇൻ ദ എൻവയോൺമെന്റ് ആൻഡ് ദെയർ മെമ്മറി. ഒരു സ്റ്റിമുലസ് വരുന്നു എന്നുവെച്ചാൽ എൻവയോൺമെന്റിൽ എന്തെങ്കിലും ഒരു തിങ്സ് ഹാപ്പൻ ചെയ്യുന്നു, അതിനെ പെർസീവ് ചെയ്യുന്നു, നമ്മൾ അതിന്റെ മെമ്മറി ഉപയോഗിച്ച് അതിന് എന്ത് കൊടുക്കുന്നു? എന്തെങ്കിലും ഒരു റെസ്പോൺസ് കൊടുക്കുന്നു. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പം അതെന്താണ്? കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ എന്താണ്? റെസ്പോൺസീവ്നെസ് ആണ്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ എന്താണ്? റെസ്പോൺസീവ്നെസ് അല്ലെ? റെസ്പോൺസീവ്നെസ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. ഇനി ഡി നോക്ക്, എന്താണ്? ഇൻക്രീസ് ഇൻ മാസ് ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ബോത്ത് ഓൺ സർഫസ് ആസ് വെൽ ആസ് ഇന്റേണലി. ഇതും എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഗ്രോത്തിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ? അപ്പം ഇതിലേതാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? അതൊന്ന് ഗസ് ചെയ്തേ. ഇനി ഒന്ന് പറഞ്ഞേ, ഇതിലേതാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ലിവിങ് തിങ്സിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആ ഡിഫൈനിങ് പ്രോപ്പർട്ടീസിൽ വരുന്നത് ഇതിൽ ഏതാണ്? ഒന്ന് ഗസ് ചെയ്തേ. Consciousness.
അതെ അതെ. ഈ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോൺഷ്യസ്നെസ് ആണ് എന്ത് പറയുന്നത് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. Okay, അപ്പൊ next question എന്താണ്? Which of the following term is used to refer the number of varieties of plants and animals on earth? ഇത് ഞാൻ പറയില്ല. എന്തായാലും നിങ്ങൾ തന്നെ പറയണം. എന്താണത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? A taxonomy, B identification, C biodiversity, D classification. ഏതാണത്? ഒന്ന് പറഞ്ഞേ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ ഒരു താഴെ തന്നിട്ടുള്ള ടേമിൽ ഏതാണ് നമ്പർ ആൻഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? എർത്തിലുള്ള നമ്പർ ആൻഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും, എർത്തിൽ എത്ര നമ്പർ ആൻഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഉണ്ടെന്ന് റെഫർ ചെയ്യാൻ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. ആ ടേം ഇതിൽ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കിക്കേ അത് ഏതാണ്? ടാക്സോണമി എന്താണ്? അതെങ്കിലും ഒന്ന് പറഞ്ഞേ. ടാക്സോണമി എന്ന് പറയുന്നത് നമ്മള് പറഞ്ഞു based on living organisms. ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ലിവിങ് ഓർഗാനിസംസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കാറ്റഗറീസ് ആയിട്ട് ഇതാക്കിയിട്ടുണ്ട് അല്ലേ? അല്ലേ? ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനാണ് എന്ത് പറയുന്നത്? ടാക്സോണമി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ടാക്സോണമിയിലുള്ള ഒരു പ്രോസസ് ആണ് അല്ലേ? ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ അവിടെയല്ലേ പഠിച്ചത്? അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് ഓൾറെഡി ഉള്ള ഒരു ആനിമലായിട്ട് അതിന്റെ എന്താണ് സിമിലാരിറ്റീസ് ഒക്കെ നോക്കി അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എന്ത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം അതാണോ? അതല്ല. അപ്പൊ അടുത്തത് എന്താണ്? അടുത്തത് എന്താണ്? എന്താണ് ബയോഡൈവേഴ്സിറ്റി? എന്താണ്? ഒന്ന് പറഞ്ഞേ. Number of types of organic present. പ്രസന്റ് ഓൺ എർത്ത്. ക്വസ്റ്റ്യൻ നോക്കിയേ, അതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അല്ലേ? അപ്പൊ ഏതാണ് ഇതില്? ഇതില് ബയോഡൈവേഴ്സിറ്റി ആണല്ലേ? എന്താണ് ക്വസ്റ്റ്യനിൽ സെയിം തിങ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്താണ് വേർഡ്സ് ഒന്ന് കുറച്ച് മാറിയെന്നേ ഉള്ളൂ അല്ലെ? എന്താണ് വേർഡ്സ് ചോദിച്ചിട്ടുള്ളത്? എന്താണ് നമ്പർ ആൻഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ സെയിം തിങ് തന്നെയാണ്. നമ്പർ ആൻഡ് എന്താണ് ഡിഫറെന്റ് നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത് എന്താണ്? ബയോഡൈവേഴ്സിറ്റി ആണ്. അത് തന്നെയാണ് എന്ത് കുറച്ച് വേർഡ്സ് ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്താണ്? ബയോഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, ICBN stands for. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാ, ഒന്ന് ഗസ് ചെയ്യാ, ഒരു വൈൽഡ് ഗസ് കൊടുത്തേ ഇതിൽ ഏതായിരിക്കും വരികയെന്ന്. ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാ, കുറച്ചുകൂടി ഒന്ന് നോക്കിയിട്ട് ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞേ. ഏതാണ്? എ ആണോ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ നിങ്ങളുടെ NCERT ടെക്സ്റ്റില് അതെന്താണ്? ഇന്റർനാഷണൽ കോഡ് 4 എന്നാണുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി വരുമ്പോ 4ഉം ഓഫും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യാ? നിങ്ങൾ 4 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, 4 ആണ് അവിടെ വരുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഈ 4 തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ എന്തില്ല? 4 ഇല്ല. 4 ഇല്ല എന്ന് മാത്രമല്ല, എന്ത് തന്നിട്ടില്ല? നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസും തന്നിട്ടില്ല അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് നമ്മൾ ഈ ഓഫ് ചൂസ് ചെയ്തത്. അതാണ് എന്ത് കുറച്ചുകൂടി ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തേത് നോക്കിയേ, ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ബയോളജിക്കൽ നെയിംസ് ആണ്. അതെന്തായാലും
അല്ല. ഇന്ത്യൻ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അതും അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും വെട്ടിക്കളയാം. ഇന്ത്യൻ കോൺഗ്രസ് ഓഫ് ബയോളജിക്കൽ നെയിംസ് അതും അല്ല. അപ്പൊ നമ്മൾ ഈ മൂന്നെണ്ണം എന്ത് ചെയ്തു? അല്ലാതെ നമ്മൾ ഓൾറെഡി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഉള്ളത് കുറച്ചുകൂടി സിമിലർ ആയിട്ടുള്ളത് ഏതാണ്? ഇതാണ് അല്ലെ ഫസ്റ്റിലുള്ള ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് പിക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഏതാണ്? എ ആണ് അതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Okay. 7th question. Binomial nomenclature means. ഇത് എന്തായാലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നേ പറ്റുള്ളൂ. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? എ എന്ന് പറയുന്നത് one name given by two scientists. ഒരു നെയിം രണ്ട് സയന്റിസ്റ്റ് ഓരോ നെയിംസ് വെച്ച് കൊടുത്തു. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? one scientific name consisting of a generic and specific epithet. ഒരു സയന്റിഫിക് നെയിം അതിൽ എന്തൊക്കെ ഉണ്ട്? ഒരു ജനറിക് നെയിം ഉണ്ട്, ഒരു സ്പെസിഫിക് എപ്പിത്തറ്റ് ഉണ്ട്. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? രണ്ട് നെയിംസ് ഉണ്ട്, ലാറ്റിനൈസ്ഡ് ആണ്, അതർ ഓഫ് എ പേഴ്സൺ. ഒന്ന് ലാറ്റിനൈസ്ഡ് ആണ്, ഒന്ന് വേറെ ഏതോ ആളുടെ ഒരു പേരാണ്. ഓക്കെ, അതാണ് സി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നെയിംസ് ഉണ്ട്, സെയിം പ്ലാന്റിന്റെ രണ്ട് നെയിംസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എന്തായാലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നേ പറ്റുള്ളൂ. ഇത് ഏതാണ്? ഓപ്ഷൻ ബി. ഏതാണ്? ബി അല്ലേ? ബി അല്ലേ പറഞ്ഞത്? ഓക്കെ, കറക്റ്റ് ആണ്. ഏതാണ്? വൺ സയന്റിഫിക് നെയിം, ഒരു സയന്റിഫിക് നെയിം ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് എ ജനറിക് ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മാഞ്ചിഫറ ഇൻഡിക്ക വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ജനറിക് നെയിം ഉണ്ട്, ഒരു സ്പെസിഫിക് എപ്പിത്തറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അതിന്റെ റൂൾസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഉള്ളത് ജീനസ് ആണ്, സെക്കൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. ജീനസിന്റെ ക്യാപിറ്റലിലാണ് തുടങ്ങുന്നത്, സ്പെസിഫിക് എപ്പിത്തറ്റിന്റെ എന്താണ്? സ്മോൾ ലെറ്ററിലാണ് ആക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, അതെ. The practical purpose of classification of living organism is to. Practical purpose of classification. ഞാൻ നേരത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതാണ് ഈ പോയിന്റ്. ഓക്കെ, ക്ലാസിഫിക്കേഷന്റെ പ്രാക്ടിക്കൽ പേർപ്പസ് എന്തായിട്ടാണ് നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്? ഒരു പ്രാക്ടിക്കൽ പേർപ്പസ് ഇതിലൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയാ? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് കൂടി നോക്കാം. എ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസിന്റെ ഒറിജിൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണ്? ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസിന്റെ എവല്യൂഷൻ, അതിനെ ട്രേസ് ചെയ്ത് പോവാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷനിൽ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ലിവിങ് ഓർഗാനിസംസിനെ നെയിം ചെയ്യാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫെസിലിറ്റേറ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് അൺനോൺ ഓർഗാനിസംസ്. അൺനോൺ ഓർഗാനിസംസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതായിരിക്കും? ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതായിരിക്കും? ഫസ്റ്റ് വൺ ആണോ? ക്ലാസിഫിക്കേഷൻ എന്താണ്? ഒറിജിൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണോ? ഒറിജിൻ ആണോ നോക്കുന്നത് ഓർഗാനിസംസിന്റെ? ഒരു റെസ്പോൺസും ഇല്ല, അറിയില്ല എന്നാണോ? അറിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അറിയില്ല എന്ന് പറ കേട്ടോ. അറിയില്ല അല്ല, ഫസ്റ്റിലത്തെ ഓപ്ഷൻ എന്താണ്? ഒറിജിൻ ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസംസിന്റെ ഒറിജിൻ ആണോ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ? ആണോ? അതിനെങ്കിലും പറ, ആണോ അല്ലയോ? ക്ലാസിഫിക്കേഷൻ എന്താണ്? നമ്മൾ മോർഫോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് വെച്ചിട്ട് ഈസിലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്താണ് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഏതില്? ക്ലാസിഫിക്കേഷനിൽ അല്ലെ?
കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആരെ? ലിവിങ് ഓർഗാനിസംസിനെ. ലിവിങ് ഓർഗാനിസംസിനെ സം ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പം അതിന്റെ ഒറിജിൻ ആണോ നോക്കുന്നത്? ഒറിജിൻ എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അവരെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഇതാണോ നോക്കുന്നത്? ഓർഗാനിസംസ് എങ്ങനെ ഉണ്ടായി, അവരെങ്ങനെ എന്താണ് അവരുടെ എവല്യൂഷൻ, ഏകദേശം ഒരു എവല്യൂഷൻ ആ ഒരു രീതിയാണോ ഇവിടെ നോക്കുന്നത്? അല്ല. അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. രണ്ടാമത്തെ എന്താണ്? എവല്യൂഷനെ ട്രേസ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, അതുമല്ല. പിന്നെ ലിവിങ് ഓർഗാനിസംസിനെ നെയിം ചെയ്യാണോ ചെയ്യുന്നത്? ലിവിങ് ഓർഗാനിസംസിനെ നെയിം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? അതൊന്ന് പറഞ്ഞു. Nomenclature. നോമൻക്ലേച്ചർ എന്നാണ് പേര് വരുന്നത്. അപ്പൊ അത് ക്ലാസിഫിക്കേഷൻ ആവുമോ? ഇല്ല. അപ്പൊ അതും കളഞ്ഞു. പിന്നെ ആകെ ഉള്ള ഒരു ഓപ്ഷൻ എന്താണ്? ഈ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ആൻസർ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഇതായിരിക്കും ചിലപ്പോൾ ഈ ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ ഓരോ ഓപ്ഷനും എടുത്ത് നോക്കുക. ഈ ഓപ്ഷൻ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യാ? അത് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ അതല്ല. രണ്ടാമത്തെ ഓപ്ഷൻ ആവാൻ ചാൻസ് ഉണ്ടോ? അതുമല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ലിവിങ് ഓർഗാനിസത്തിന് നെയിം കൊടുക്കുന്നതാണ്. ആ ഓപ്ഷൻ, അതിന്റെ പേര് എന്താണ്? നോമൻക്ലേച്ചർ എന്നാണ്, ക്ലാസിഫിക്കേഷൻ എന്നല്ല. അപ്പൊ അതും എന്താണ്? അല്ല. പിന്നെ ആകെ ബാക്കിയുള്ളത് ഏതാണ്? ഡി ആണ് അല്ലെ? അപ്പൊ എന്തായാലും എന്തായിരിക്കും? ഡി ആയിരിക്കില്ലേ? അപ്പൊ ഞാൻ നേരത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? അൺനോൺ ഓർഗാനിസത്തിന്റെ ഐഡന്റിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ സഹായിക്കും. കാരണം എന്താണ്? ഓൾറെഡി ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓർഗാനിസംസിനെ ഒക്കെ അല്ലെ? അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുമ്പം അവര് ഈ ഒരു ടാക്സോണമി എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് അവർ നെയിമും ചെയ്ത് ഗ്രൂപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലുള്ള ഓർഗാനിസംസിന്റെ എല്ലാ ക്യാരക്ടേഴ്സും എന്ത് ചെയ്യാം? നമുക്കറിയാം. നമുക്ക് പുതിയൊരു ഓർഗാനിസത്തിന് കിട്ടി, അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കി അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പിലേക്ക് ഇവര് ഏകദേശം ഇവരോടാണ് റിലേഷൻ ഉള്ളത് അല്ലെ? ഏകദേശം ഇവരുടെ ഗ്രൂപ്പിൽ വരാം, അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ടു ദിസ് സ്പീഷീസ്, അല്ലെങ്കിൽ ഈ ഒരു ആനിമലുമായിട്ടാണ് കുറച്ചുകൂടി സിമിലാരിറ്റി കാണിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുള്ള ഇതിന്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഇതൊക്കെ അറിയാം. അല്ലെങ്കിൽ എന്താണ് ഈ ക്ലാസിഫിക്കേഷനിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പുമായിട്ട്, ഈ ഒരു സ്പെസിഫിക് ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ഓർഗാനിസംസിന് കുറച്ചുകൂടി സാമ്യമുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? ആ ഒരു ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത ഗ്രൂപ്പിലേക്ക് ആയിരിക്കും ഇവർ വരിക എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷന്, അൺനോൺ ഓർഗാനിസംസിന്റെ ഐഡന്റിഫിക്കേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാക്സൺ എന്ന് പറയുന്നത് എന്താണ്? ടാക്സൺ ഈസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്പീഷീസ് ആണ്. പിന്നെന്താണ്? ഹയസ്റ്റ് റാങ്ക് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്. ഏതായിരിക്കും? അതെ, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസും എന്നും നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ് ആവുമ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് മാത്രമല്ല, നമ്മൾ ടാക്സ് എങ്ങനെ ഹയറിലേക്ക് പോകുമ്പോൾ എന്താവും? കുറച്ചുകൂടി ഡിസിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസും എന്ത് വരുന്നുണ്ട്? സെയിം ആയിട്ടുള്ള ഒരു ടാക്സോണിൽ വരുന്നുണ്ട് അല്ലെ? ടാക്സയിൽ വരുന്നുണ്ട്. അപ്പം ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് അതില്? യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, ഓക്കെ, ഇനി സിസ്റ്റമാറ്റിക്സ് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക്സ് എന്തിനാണ് റെഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? ഓപ്ഷൻ എ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണോ? ഓപ്ഷൻ ബി എന്താണ്? നോമൻക്ലേച്ചർ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നോമൻക്ലേച്ചറും ഐഡന്റിഫിക്കേഷനുമാണ് സിസ്റ്റമാറ്റിക്സ് ഉദ്ദേശിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഡൈവേഴ്സിറ്റി ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഇന്റർ റിലേഷൻഷിപ്പ് ആണ്. diversity of kinds of organism and their interrelationship.
അതാണോ എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള അവരുടെ ഇടയിലുള്ള എമോങ്സ് ദം ഉള്ള റിലേഷൻഷിപ്പ് ഇന്റർ റിലേഷൻഷിപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഏതായിരിക്കും? സിസ്റ്റമാറ്റിക്സ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു പോയിന്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണോ? ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ ഇതിൽ വരുന്നതല്ല. നോമൻക്ലേച്ചർ സിസ്റ്റമാറ്റിക്സിൽ നോമൻക്ലേച്ചർ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്നതാണോ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്? അതും അല്ല അല്ലെ? മൂന്നാമത്തെ എടുത്തു നോക്കിയേ. എന്താണ്? ഡൈവേഴ്സിറ്റി ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഇന്റർ റിലേഷൻഷിപ്പ്. അതല്ലേ നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവർ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിഫറെന്റ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഇന്റർ റിലേഷൻഷിപ്പ്, അവർക്ക് ഉള്ളിലുള്ള റിലേഷൻഷിപ്പും അവരെങ്ങനെ അവരുടെ എൻവയോൺമെന്റിനോടായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അതല്ലേ നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഇതിൽ ഏതായിരിക്കും? സി അല്ലേ? ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചോദിക്കൂട്ടോ. എന്താ കാര്യം എന്ന് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈച്ച് കാറ്റഗറി ഓഫ് ടാക്സോണമിക് ഹൈറാർക്കി റെഫേഴ്സ് ടു ആസ് എ യൂണിറ്റ് ഓഫ്. എന്തിന്റെ യൂണിറ്റ് ആയിട്ടാണ് എന്താണ് ഓരോ ടാക്സോണമിയിലെ ഓരോ കാറ്റഗറീസിനെയും പറയുന്നത്? ടാക്സോണമിക് കാറ്റഗറീസ് എന്തിന്റെയാണ്? ക്ലാസിഫിക്കേഷൻ എന്നാണ് ഞാൻ കേട്ടത്. അതാണ് പറഞ്ഞെങ്കിൽ എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ? സിസ്റ്റമാറ്റിക്സും അല്ല, ഐഡന്റിഫിക്കേഷൻ അല്ല, നോമൻക്ലേച്ചറും അല്ല, ക്ലാസിഫിക്കേഷൻ. ടാക്സോണമിക് കാറ്റഗറീസ് അത് പിന്നെ ആ ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്. ഇത് എന്താണ് ടാക്സോണമിക് കാറ്റഗറീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ ലിവിങ് ഓർഗാനിസംസിനെയും അതിലേക്ക് ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കാറ്റഗറീസ് ഇതാക്കിയിട്ട് അത് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ടാക്സോണമിക് ഹൈറാർക്കി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതെന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, which of the following statements is or are correct? ഇതിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ ഏതൊക്കെയാണ്. ഓൺലി ലിവിങ് ഓർഗാനിസംസ് ഗ്രോ. പ്ലാന്റ്സ് ഗ്രോ ഓൺലി അപ് ടു എ സർട്ടൈൻ ഏജ്. The growth in the growth in living organisms is from inside. അല്ലെ? ലിവിങ് ഓർഗാനിസംസ് മാത്രമേ ഗ്രോ ചെയ്യുന്നു പറയുന്നത് കറക്റ്റ് അല്ല. കാരണം എന്താ? എക്സ്ട്രിൻസിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോൺ ലിവിങ് ആയിട്ടുള്ളതും മാസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. എക്സ്ട്രിൻസിക് ആണെന്ന് എന്താണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതാക്കി. പിന്നെ പ്ലാന്റ്സ് ഒരു സർട്ടൻ ഏജ് വരെ മാത്രമേ ഗ്രോ ചെയ്യുന്നു പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഇൻസൈഡിൽ നിന്ന് ഇൻട്രിൻസിക് ഗ്രോത്ത് ആണ് ആർക്കുള്ളത്? ലിവിങ് ഓർഗാനിസംസിന് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്താണ്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതില് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടാക്സൺ ആൻഡ് കാറ്റഗറി ആർ ഡിഫറെന്റ് തിങ്സ്. ടാക്സണും കാറ്റഗറിയും ഡിഫറെന്റ് തിങ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കാറ്റഗറി ഷോസ് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ. കാറ്റഗറീസ് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇതില് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റിലെ ഓപ്ഷൻ എന്താണ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. രണ്ടും ശരിയാണ്. ആ രണ്ടാമത്തെ ഇതാണ് എന്ത്? രണ്ടാമത്തെ പറയുന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ അതിനെ ഒന്ന്
എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 ഉം എന്താണ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 മൂന്നാമത്തേന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 is true and statement 2 false ആണെന്നാണ് പറയുന്നത്. ബി എന്ന് പറയുന്നത് both the statements are false, രണ്ടും തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും എടുത്ത് നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടാക്സൺ ആൻഡ് കാറ്റഗറി ആർ ഡിഫറെന്റ് തിങ്സ്. ടാക്സണും കാറ്റഗറിയും ഡിഫറെന്റ് തിങ്സ് ആണോ? ഒന്ന് പറഞ്ഞേ, ടാക്സണും കാറ്റഗറിയും ഡിഫറെന്റ് തിങ്സ് ആണോ? വേഗം പറ. ഞാൻ കാറ്റഗറീസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാക്സിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടാക്സോണിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഒന്ന് വേഗം പറഞ്ഞേ. ഓക്കെ, ടാക്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറയുമ്പോ കാറ്റഗറീസ് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ള എന്തായിരുന്നു? ഇപ്പൊ കിങ്ഡം, ഫൈലം, അല്ലെങ്കിൽ താഴേട്ട് ഇങ്ങനെ പോകുന്ന അതൊക്കെ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതൊക്കെ എന്താണ്? കാറ്റഗറീസ് ആണ്. എന്താണ്? അതൊക്കെ കാറ്റഗറീസ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ടാക്സൺ അല്ലെങ്കിൽ ടാക്സ എന്ന് പറയുന്നത് എന്തിനാന്നറിയോ? ഈ കാറ്റഗറീസിൽ ഈ കാറ്റഗറീസിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഓർഗാനിസംസിന്റെ ആ ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അപ്പൊ ടാക്സ എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതന്നെ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എന്താ പറയുന്നത്? ടാക്സ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാവുമ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, ശരിയാണോ, തെറ്റാണോ? ടാക്സണും കാറ്റഗറിയും ഡിഫറെന്റ് തിങ്സ് തന്നെയല്ലേ? ഡിഫറെന്റ് തിങ്സ് ആണ് എന്ന് വെച്ചാൽ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇതാണ് കാറ്റഗറി, ടാക്സ എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടാക്സൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർത്രോപോഡ എന്നാണ് പറയാം. അപ്പൊ ഫസ്റ്റ് ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കില്ലേ? അല്ലെ? രണ്ടും രണ്ടാണ്, സെയിം ആണ് സംഭവം. എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അതൊന്ന് കത്താൻ കുറച്ച് സമയം എടുക്കും. സംഭവം സെയിം തന്നെയാണ്. കാറ്റഗറി, ടാക്സ, ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് റാങ്ക് എന്നൊക്കെ പറയുന്ന ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, പക്ഷെ അത് രണ്ട് ഡിഫറെന്റ് തിങ്സ് ആണ് അല്ലെ? കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ ഇതാണ് പറയാ, നമ്മൾ ടാക്സ എന്ന് പറയുമ്പോൾ ഇതിനുള്ളിലുള്ള ഗ്രൂപ്പ്സ്. ഇപ്പൊ കിങ്ഡം ആണെങ്കിൽ പ്ലാന്റേ ആൻഡ് അനിമേലിയ എന്നൊക്കെ പറയുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പം അതായിരിക്കും എന്ത്? ടാക്സ എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പൊ രണ്ടും എന്താണ്? ഡിഫറെന്റ് തിങ്സ് ആണ്. രണ്ടാമത്തെ എന്താണ്? കാറ്റഗറി ഷോസ് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ. കാറ്റഗറി ഷോസ് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ. അതെന്താണ്? കറക്റ്റ് അല്ലേ? കാറ്റഗറീസിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ ആയിട്ടുണ്ട്. കറക്റ്റ് ആണ്. പിന്നെ അപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇതില് കറക്റ്റ് ആയിട്ടിരിക്കുക? എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ കറക്റ്റ് അല്ലേ? എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? 1 ഉം 2 ഉം കറക്റ്റ് ആണ്. രണ്ടാമത്തത് ഒന്നാമത്തേന് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലായോ? ഈ ഒരു ഡിഫറൻസ് മനസ്സിലായോ? ഇല്ലെങ്കിൽ ചോദിക്ക്, ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, അപ്പം കാറ്റഗറീസും ടാക്സയും എന്താണ് പറയുന്നത്? ഡിഫറെന്റ് തിങ്സ് ആണ്. അപ്പൊ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റഗറീസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്? ഈ ഫൈലം അല്ലെങ്കിൽ കിങ്ഡം എന്നൊക്കെ പറയുന്ന സ്പീഷീസ് അങ്ങനെ പറയുന്ന ഇതാണ് എന്ത്? കാറ്റഗറീസ് ആയിട്ട് വരിക. അതിലുള്ള എന്താണ്? ഇപ്പൊ ആർത്രോപോഡ അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ഓരോ ഇതാണ് എന്ത് വരിക? ഓരോ ഗ്രൂപ്പ്സ്. അതിനെയാണ് എന്ത് പറയാ? ടാക്സ എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാണ്? വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ എന്ത് ചെയ്യാ? ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ എന്ത് ചെയ്യാ?
അതൊന്ന് നോക്കിയിട്ട് വരിക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ ഇതിന്റെ ആൻസർ എനിക്ക് അപ്പൊ തന്നാ മതി. ഫസ്റ്റ് തന്നെ ഇതിന്റെ ആൻസർ തന്നാ മതി. ഓക്കെ, ഓക്കെ ആണോ? Yes, ma'am. ഇപ്പൊ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് എപ്പോ തരും? അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് ഞാൻ ഇത് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു ഇതിന്റെ ആൻസർ എനിക്ക് തരുക കേട്ടോ. Okay, ma'am. ഓക്കെ, നിങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും പോർഷൻസ് മനസ്സിലാവാതെ ഉണ്ടോ? Understand. മനസ്സിലായി. മനസ്സിലാവുന്നുണ്ടോ? ഫുള്ളായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇന്ന് ഇരുന്നിട്ട് കുറച്ചുകൂടി ഒന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. Okay, ma'am. ഓക്കെ, എന്നാ ശരി. താങ്ക് യു. Thank you, miss. Hey, hi students. Okay, thank you Sharan ma'am. Ma'am has had like an extremely, what I can say, extensive class for you for the first chapter what you had today in zoology. Thank you so much ma'am. And I'm hopeful that the class has been very helpful for you. So after this we'll be having botany for you. So how is the class? Give thumbs up at least. I just want to know if you are there. Thumbs up or raise your hand. Give some action at least. I want to know that you are online, you are listening to me. Okay, okay. There are people who are active. Okay. See, there are two things in life. Okay, you joined this class. That is the reason why you are here today. You joined on time. You have a goal that you want to clear the NEET. You want to secure good exams, good marks in the exam. Remember that. Don't look at the number of the people who are attending the class. It is you who is going to attend the class. It is you who is going to get the benefit of the class. Number of the people in the class is not going to matter a lot. It is your dedication. Even if it is a single kid also, we are going to show that amount of dedication. If it is 10 kids, 100 kids, we are going to show the same amount of dedication. I know it is free, but I want you guys to make the extensive, take the more benefit out of it. Okay, you are going to be the, what you can say, the person who's going to write the exam. So try to get maximum knowledge. If you had any doubt, please make sure that you're going to ask there and there itself. You can unmute yourself, or you're having a chat box, you can ask your doubt in the chat box. I'm pretty sure that only by attending this crash course, you will be having enough confidence to attend the NEET exam. At the same time, self-study is important, no doubt in that. For physics and chemistry, you will be having ample of time. So from today onwards, I request you guys to dedicate from morning 7 a.m. till 10 a.m. only for biology, so that by rest of the day, you can divide or you can make the timetable accordingly. Okay, Ale? Okay, yes, thumbs up, something. Okay. Thank you, ma'am.